ഹായ് ഗായ്സ്, ദിസ് ഈസ് സാജ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് കാസിഡിനെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു കോഡ് സെറ്റിന്റെ റിവ്യൂ ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഇങ്ങനെ എന്നെ പോലെ ഓൺലൈൻ പേജസിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് എന്തായാലും കാണണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, ഒരു ബൊട്ടീക്ക് സ്റ്റൈലിലൊക്കെ വരുന്ന സ്റ്റിച്ചിങ്ങും അതുപോലെ തന്നെ പ്രീമിയം ഡിസൈൻസും കാര്യങ്ങളൊക്കെ വരുന്ന ഔട്ട്ഫിറ്റ്സ് നമുക്ക് പുറത്ത് പർച്ചേസ് ചെയ്യണമെങ്കിൽ എങ്ങനെ പോയാലും ഒരു 3000 4000 എബോവ് എങ്ങനെ പോയാലും വരും. അപ്പോൾ അതേ ഒരു ഔട്ട്ഫിറ്റ്സ് നമുക്ക് ഇങ്ങനത്തെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നൊക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ആകെ ചെയ്യാൻ പറ്റുക എന്നുള്ളത് കുറച്ച് ടൈം അവർക്ക് കൊടുക്കുക. അതിൻ്റെ പ്രൊഡക്ഷൻ കഴിയുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് പറ്റാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു 7-8 മാസം വരെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ എല്ലാവരും തന്നെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആവുമ്പത്തേനും ഈ ഒരു 7-8 മാസവും കഴിഞ്ഞ് 1 ഇയർ ഗ്യാപ്പ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു എന്താ പറയുക, ആ ഒരു കൊല്ലത്തിനിടയ്ക്ക് എന്തൊക്കെ സംഭവിക്കാമല്ലേ, നമുക്ക് വണ്ണം കൂടാം കുറയാം, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഈ ഒരു കാസിഡിനെ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ഈ ഒരു കോഡ് സെറ്റ് വാങ്ങിക്കുന്നത് 2025 ജാനുവരിയിലാണ്. പക്ഷേ എനിക്കിത് റിസീവ് ആകുന്നത്, എൻ്റെ കയ്യിൽ ഇത് കിട്ടുന്നത് 2026 ഫെബ്രുവരി 27-നാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഒരു വർഷം. അപ്പോൾ ഇത്രയും ഗ്യാപ്പിനിടയ്ക്കാണ് ഈ ഒരു ഐറ്റം എൻ്റെ കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ എനിക്കിത് കറക്റ്റ് ഓർമ്മ ഉണ്ടാവാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓഫീസിലൊരു ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് ഞാനിത് വാങ്ങിക്കുന്നത്. അപ്പോൾ ആ ഒരു ഐഡിയ മാത്രമേ എനിക്കുള്ളൂ. പക്ഷേ ഇവരുടെ വെബ്സൈറ്റിൽ കയറി നോക്കുമ്പോഴത്തേനും എന്നാണ് നമ്മളത് പർച്ചേസ് ചെയ്തതെന്നുള്ള ഡീറ്റെയിൽസ് ഒന്നും അതിലില്ല. ജസ്റ്റ് എമൗണ്ട് എത്രയാണ്, സൈസ് എത്രയാണ്, ഇതൊക്കെയാണ് ഈ ഡീറ്റെയിൽസ് ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ എങ്ങനെ പോയാലും ഒരു 3 to 4 months കഴിയുമ്പോഴത്തേനും കിട്ടും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അതുകൊണ്ട് ഞാൻ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊന്നും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഓൺലൈൻ പേജസിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യണമെങ്കിൽ എന്തായാലും മസ്റ്റായിട്ടും ഇങ്ങനെ സ്ക്രീൻഷോട്ട് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോഴത്തേനും സ്ക്രീൻഷോട്ട് എന്തായാലും എടുത്ത് വെക്കുക. കാരണം പിന്നീട് നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഞാൻ ഇങ്ങനെ എടുത്ത് വെക്കാത്തതുകൊണ്ട് തന്നെ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ലാണ്ടായിപ്പോയി. 4 months കഴിഞ്ഞത്തേക്കിനും ഞാൻ ഇതെന്താ കിട്ടാത്തതെന്ന് ചോദിച്ചപ്പോഴത്തേനും അവർ പറയണു പ്രോസസ്സിങ്ങിന് ആണിപ്പോൾ. അത് കഴിഞ്ഞ് കുറച്ച് ആളെന്തേനും പറഞ്ഞു ഇതിൻ്റെ ഡിസ്പാച്ചിങ് ഓൺ ഗോയിങ് ആണ്, പിന്നെയും പറയുന്നു ഡിസ്പാച്ചിങ് ഓൺ ഗോയിങ് ആണ്. അങ്ങനെ വന്ന് ഡിസ്പാച്ചിങ് ഓൺ ഗോയിങ് ആണെന്നൊക്കെ അവർ പറഞ്ഞിട്ടും എൻ്റെ കയ്യിൽ സാധനം കിട്ടുന്നത് കഴിഞ്ഞ ദിവസമാണ്. അതും 2025 തുടക്കത്തിൽ ജാനുവരി തന്നെ വാങ്ങിച്ച സാധനമാണ് ഇപ്പം എൻ്റെ കയ്യിൽ കിട്ടുന്നത്. എൻ്റെ ലൈഫിൽ ഇത്രയും വെയിറ്റ് ചെയ്തിട്ട് എൻ്റെ കയ്യിൽ കിട്ടിയേക്കുന്ന ഒരു പ്രൊഡക്റ്റ് വേറെ ഇല്ല. സപ്പോസ് നിങ്ങൾ ഇന്നൊരു കോളേജിൽ ജോയിൻ ചെയ്തിട്ട് അതിൻ്റെ ഫെയർവെൽ ആവുമ്പത്തേനും നിങ്ങളുടെ കൈ കിട്ടുന്നതിനും നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? ആ ഒരു അവസ്ഥയായിരുന്നു എനിക്ക് മാത്രമാണോ ഇങ്ങനെ വന്നതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഇങ്ങനെ നിങ്ങളും ഓൺലൈൻ പേജസിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ വന്നിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഇവർക്ക് ആക്ച്വലി 10 days വരുന്ന എക്സ്പ്രസ് ഡെലിവറി ഒക്കെ അവൈലബിൾ ആണ്. പക്ഷേ നമ്മളിങ്ങനെ അഫോർഡബിൾ റേറ്റിന് പർച്ചേസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് ചെയ്യാന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. അങ്ങനെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ ഇത്രയും അങ്ങോട്ട് വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത് ഒരു ഇതാണ്. ഞാനിവർക്ക് പലതവണ മെസ്സേജ് ചെയ്തു, കോൾ ചെയ്തു, മെയിൽ വരെ ചെയ്തു നോക്കി. എന്നിട്ട് ലാസ്റ്റ് ഒരു 6 to 7 months കഴിയുമ്പോഴത്തേനും ഇനി കിട്ടില്ലായിരിക്കും എന്ന് തോന്നി. പ്രൊഡക്റ്റ് നല്ലപോലെ ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ റീഫണ്ട് ചെയ്യണേലും എനിക്ക് ആ പ്രൊഡക്റ്റ് തന്നെ കിട്ടിയാൽ മതി എന്നുള്ളൊരു കോൺസെപ്റ്റ് തന്നെയായിരുന്നു. പക്ഷേ ഒരു 6 to 7 months കഴിഞ്ഞത്തേനും ഞാനിങ്ങനെ ഇത്രയും മെസ്സേജ് ഒന്നും അയച്ചിട്ടും ഈ സെയിം റിപ്ലൈസ് അല്ലാണ്ട് വേറൊന്നും അയക്കുന്നില്ലാത്തതുകൊണ്ട് തന്നെ സാധനം പോയി. ഇനിയിപ്പോൾ ഞാൻ കിട്ടൂല എന്ന് തന്നെയാണ് വിചാരിച്ചത്. ഞാനിപ്പോൾ എന്തായാലും ഇത് ഓപ്പൺ ഒന്നും ആക്കി നോക്കിയിട്ടില്ല. അങ്ങനെ തന്നെ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഞാൻ ഇനി നോക്കിയിട്ട് വേണം ഇത് എങ്ങനെയുണ്ട്, പാകമാവോ എന്നുള്ളതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും പർച്ചേസ് ചെയ്തത്തേനെ ഒരു പൊടിക്ക് ലൂസ് ഇരിക്കട്ടെ എന്നുള്ളൊരു ഇതിലാണ് സൈസ് ചാർട്ട് നോക്കിയിട്ട് അങ്ങനെയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓഫ് കോഴ്സ് പാകമായിരിക്കും എന്നാണ് എൻ്റെ ഒരു നിഗമനം. അവരുടെ കളക്ഷൻസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഈ പേജ് കുറേ നാളായിട്ട് തന്നെ ഫോളോ ചെയ്യുന്നതാണ് കേട്ടോ. എനിക്ക് ഇവരുടെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പർച്ചേസും ചെയ്തത്. പക്ഷേ ഫസ്റ്റ് ടൈം പർച്ചേസ് ആയിരുന്നു. ഇത്രയും നാളായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും കളക്ഷൻസും കാര്യങ്ങളൊക്കെ എപ്പോഴും കാണാറുണ്ട്, എടുത്ത് നോക്കാറൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ഈ കഴിഞ്ഞ വർഷമാണ് ഞാൻ ആദ്യമായിട്ട് പർച്ചേസ് ചെയ്യുന്നത്. പക്ഷെ അതുവരെ എന്തൊക്കെയോ റീസൺസ് കൊണ്ട് ഞാൻ വാങ്ങിക്കാമെന്ന് ഇടയ്ക്ക് വിചാരിച്ചിട്ടുണ്ടെങ്കിലും പക്ഷെ വാങ്ങിച്ചിട്ടുണ്ടായില്ല. ഓൾറെഡി ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഇതുവരെ കിട്ടിയിട്ടില്ലാത്തത് കൊണ്ട് എനിക്ക് വേറെ കളക്ഷൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിലും ഞാൻ പക്ഷെ വാങ്ങിക്കാൻ പോയില്ല. ഇത് കിട്ടിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് ഇനി പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനിത് വിത്ത് ഷിപ്പിംഗ് പർച്ചേസ് ചെയ്യുന്നത് 1100 ആ ഒരു റേറ്റ് ആണ്. 999 ആയിരുന്നു കേട്ടോ അത് പർച്ചേസ് ചെയ്യാൻ നേരത്തിട്ടുള്ള റേറ്റ്. എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജും കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ഈ പർച്ചേസ് ചെയ്തിട്ടുള്ളത് അവരുടെ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് പോപ്പുലർ ഭയങ്കര വൈറലായിട്ടുള്ള ഒരു കോഡ് സെറ്റ് ആണ്. ഒരു പർപ്പിൾ കോഡ് സെറ്റ് ആണ് കേട്ടോ. അപ്പം ഇങ്ങനത്തെ പേജസിനോട് എനിക്ക് ഒരു കാര്യമേ റിക്വസ്റ്റ് ചെയ്യാനുള്ളൂ. ഒരുപാട് കസ്റ്റമേഴ്സ് ഇങ്ങനെ നോക്കിയിരിക്കാനൊക്കെ റെഡി ആയിട്ടുള്ളപ്പോൾ അത് ഒരിക്കലും യൂട്ടിലൈസ് ചെയ്യരുത്.
ഒരു 1 ഇയർ എബോ ഒന്നും എങ്ങനെ പോയാലും വരരുതെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. മാക്സിമം ഒന്നെങ്കിൽ ഇൻഫോം എങ്കിലും ചെയ്യുക, ഇത്ര നാളെടുക്കും എന്നെങ്കിലും പറയുകയാണെങ്കിൽ പിന്നെ നോക്കിയിരിക്കാനൊരു സുഖമുണ്ട്. ഞാനിപ്പോൾ എന്തായാലും ഇത് ഓപ്പണൊന്നും ആക്കിയിട്ടില്ല, അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ അത് ഈ ഒരു കോഡ് സെറ്റാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. നെക്കിൽ തന്നെ ഒരു ത്രെഡ് വർക്ക് ഡീറ്റെയിലിംഗ് പോലെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഇതിന്റെ എക്സാക്ട് കളർ വന്നിട്ട് നല്ലൊരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണ്. ഫ്രണ്ടിൽ തന്നെ ചെറുതായിട്ടൊരു പ്ലീറ്റ്സ് വെച്ചിട്ടൊരു ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. എൽബോ സ്ലീവ്സ് ആണ് കേട്ടോ കൊടുത്തേക്കുന്നത്. ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് സ്മോൾ സൈസിലാണ്. ഇവരുടെ വെബ്സൈറ്റിൽ ഇപ്പൊ കറന്റ് എക്സ്ട്രാ സ്മോൾ മുതൽ 4XL വരെ അവൈലബിൾ ആണ് കേട്ടോ. നമ്മൾ എന്നാണ് ഓർഡർ പ്ലേസ് ചെയ്യുന്നത് അതിൽ നിന്നൊരു 35 വർക്കിംഗ് ഡേയ്സ് എന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ ഇത്രയും ഡിലേ ആവുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. ഞാനിത് പർച്ചേസ് ചെയ്യാൻ നേരത്തെ എനിക്ക് എക്സ്ട്രാ സ്മോൾ മതിയായിരുന്നു ആക്ച്വലി. പക്ഷെ ഞാൻ ഒരു സൈസ് ബിഗ്ഗർ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് സ്മോൾ ഓർഡർ ചെയ്തത്. ഒരു എക്സ്ട്രാ 499 കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ഒരു 5 to 10 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ എക്സ്പ്രസ് ഡെലിവറി ബാച്ചിൽ കിട്ടുമായിരുന്നു. ചെറിയ കസ്റ്റമൈസേഷനും പോസിബിൾ ആയിരുന്നു. പക്ഷെ അതിനൊക്കെ എക്സ്ട്രാ എമൗണ്ടും ഉണ്ട്. സോ ഞാൻ അതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള എമൗണ്ട് തന്നെ പേ ചെയ്തിട്ടാണ് ഇത് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു A-ലൈൻ പാറ്റേണിൽ തന്നെ വന്നിട്ട് താഴേന്നായിട്ട് ചെറുതായിട്ടൊരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മോഡൽ ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ്ങിലാണ് കേട്ടോ. ഫുൾ ലെങ്ത്തിൽ തന്നെ ലൈനിങ്ങും പോയിട്ടുണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ്. ഈ ഒരു കോഡ് സെറ്റിന്റെ മെറ്റീരിയൽ വന്നിട്ട് ബാന്ദ്രി സിൽക്ക് എന്ന് പറഞ്ഞിട്ടാട്ടോ മെൻഷൻ ചെയ്തേക്കുന്നത്. ഈ ഒരു ഡിസൈൻ ഇവർ ലോഞ്ച് ചെയ്തപ്പോൾ തന്നെ ആട്ടോ ഞാൻ ഓർഡറും പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ടൈമിൽ ഡാർക്ക് പർപ്പിൾ മാത്രമായിരുന്നു അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഒരു യെല്ലോയും കൂടെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. എന്തായാലും സംഭവം കൈ കിട്ടിയപ്പോൾ ഡിലേ ആയത് മാത്രം ഒരു പ്രോബ്ലം ആയിട്ട് തോന്നിയിട്ടുള്ളൂ. ഫോണൊക്കെ ഇടാൻ പാകത്തിന് 2 സൈഡ്സും പോക്കറ്റ്സ് വരുന്നുണ്ട്. പിന്നെ ബാക്ക് സൈഡിൽ സിബ് വരുന്നില്ല കേട്ടോ. 2 സൈഡും 1 ഇഞ്ച് വെച്ചിട്ട് സീം അലവൻസ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തായാലും ഇത് പർച്ചേസ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഒരു 2 സൈസ് ബിഗ്ഗറും കൂടെ എടുത്താൽ അത്രയും കൂടെ നഷ്ടം ഉണ്ടാവില്ല കേട്ടോ. കാരണം വേറെ ഒന്നല്ല, ഞാനൊരു സൈസ് ബിഗ്ഗർ കൂടെ എടുത്തിട്ട് തന്നെ എനിക്കിത് ടൈറ്റ് ആയിരുന്നു കേട്ടോ. സോ തയ്യൽ തുമ്പ് ഉണ്ടായിരുന്നത് കൊണ്ട് ഇത് അയച്ചിടാവുന്നതേ ഉള്ളൂ. പക്ഷെ 2 സൈഡ്സും പോക്കറ്റ്സ് വരുന്നുണ്ട്. ഫുൾ അയച്ചിടലും ടാസ്ക് ആണ്. ഇത് കൈ കിട്ടിയതേ ഇത്ര നാളായിട്ടുള്ളത് കൊണ്ട് തന്നെ ഇനിയിപ്പോ അത് എക്സ്ചേഞ്ചും കൂടെ ചെയ്തിട്ട് എന്ന് കിട്ടുമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. അങ്ങനെ അതൊന്ന് അയച്ചിടാന്ന് വിചാരിച്ചപ്പോഴാണ് ഈ ഒരു ആം ഹോളിന്റെ പോർഷൻ വന്നിട്ട് ക്ലോസ് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. സോ അതും ടാസ്ക് ആയി. ഇച്ചിരി പണിപ്പെട്ടാലും സീം അലവൻസ് ഉള്ളത് കൊണ്ട് നമുക്ക് അയച്ചിടാവുന്നതേ ഉള്ളൂ. നിങ്ങൾ എന്തായാലും പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഒരു ബിഗ് സൈസ് ഓർഡർ ചെയ്യുക. അതുപോലെ പാന്റ് സ്റ്റിച്ച് ചെയ്തേക്കുന്നതും നല്ല പ്രോപ്പറായിട്ട് തന്നെയാണ്. പാന്റിൽ ലൈനിങ് വരുന്നില്ല, പക്ഷെ ചെറിയൊരു സീ ത്രൂ ആണ്. പാന്റിലും 1 ഇഞ്ച് വെച്ചിട്ട് സീം അലവൻസ് ഇട്ടിട്ടുണ്ട്. പിന്നെ ബാക്ക് സൈഡിൽ ഇലാസ്റ്റിക് ആണ് കേട്ടോ കൊടുത്തേക്കുന്നത്. ഫ്രണ്ടിൽ ഒരു ബാൻഡ് പോലെയും വെച്ചിട്ടുണ്ട്. പാൻസിന്റെ ഫിറ്റിംഗ് വന്നിട്ട് അടിപൊളിയാണ്. പക്ഷെ ലൈനിങ് ഇല്ലാന്ന് വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. ടോപ്പിന് ഇത്രയും ലെങ്ത് ഉള്ളതുകൊണ്ട് ലൈനിങ് ഇല്ലാത്തതുകൊണ്ട് പ്രശ്നമില്ല. ടോപ്പിലാണ് പോക്കറ്റ്സ് വരുന്നത്, പാന്റിൽ പോക്കറ്റ്സ് വരുന്നില്ല. എനിക്കിപ്പോൾ എന്തായാലും കറന്റ് ഇത് ടൈറ്റ് ആണ്. ഏതെങ്കിലും ഒരു ഷോപ്പിൽ പോയിട്ട് വേണം ഇത് റെഡി ആക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ ഒരു ഔട്ട്ഫിറ്റ് വിയർ ചെയ്തിട്ടുള്ളത് ഞാൻ പറ്റുവാണെങ്കിൽ ആഡ് ഓൺ ചെയ്തേക്കാം. സോ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. What about what the girls want? What about self-destiny? Shouldn't even be an argument. Consider what's best for me.